അസ്സലാമലൈക്കും. അപ്പോൾ നമുക്കേ ഇന്നൊരു കുഞ്ഞളവിൽ കുഞ്ഞു ബോട്ടം തയ്ക്കട്ടെ. കുഞ്ഞു ബോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-12 വയസ്സുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ഒരു പ്രായം കേട്ടോ. ഞാൻ എൻ്റെ ആങ്ങളയുടെ കൊച്ചിൻ്റെ അളവിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളുടെ അളവോ അല്ലെങ്കിൽ നിങ്ങളുടെ അളവോ എടുത്തിട്ട് ഇതുപോലത്തെ ബോട്ടം നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വീട്ടിലിടാനൊക്കെ ഏറ്റവും ഈസി ആയിട്ടുള്ള ബോട്ടമാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം നമുക്ക് ഇറക്കമാണ് എടുക്കേണ്ടത്, അതായത് ലെങ്ത്ത് നീളം 26 ഇഞ്ചാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ കൂടെ 3 ഇഞ്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 29 കിട്ടി. 3 ഇഞ്ച് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ ഇലാസ്റ്റിക് ഇടാനും താഴെ മടക്കാനും ഒക്കെ ആയിട്ടാണ് കേട്ടോ. ഇനി അടുത്തത് അരവണ്ണമാണ്. അരവണ്ണം എനിക്ക് 28 ഇഞ്ചാണ് കിട്ടിയത്. ഈ 28 ഇഞ്ചിൻ്റെ കൂടെ ഞാൻ 10 ഇഞ്ച് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര ഇഞ്ചാണോ കിട്ടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ 10 ഇഞ്ച് ആഡ് ചെയ്യുക കേട്ടോ. അത് ഇലാസ്റ്റിക് ഇടാനാണെങ്കിലും വള്ളി ഇടാനാണെങ്കിലും അത്രയും തന്നെ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് 38 ഇഞ്ച് കിട്ടി. 38നെ നമുക്ക് 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 38നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 9.5 കിട്ടും. ഓക്കെ, 9.5യുടെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 10 ഇഞ്ച് കിട്ടും. ഓക്കെ, നമുക്ക് ആദ്യം ചാർട്ട് പേപ്പറിലൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ 4 പീസായിട്ടാണ് ഞാൻ ബോട്ടം എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒരു പീസ് നമുക്ക് ചാർട്ട് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് അളവൊക്കെ ഒന്ന് എടുക്കാം. ആദ്യം നമ്മൾ ഇലാസ്റ്റിക് ഇടാനുള്ള 1.5 ഇഞ്ച് ഇതാ മുകളിൽ മാർക്ക് ചെയ്യാൻ പോകണതാണ് കേട്ടോ. നിങ്ങൾ മടക്കിയിട്ടിട്ടാണ് ചെയ്യണമെങ്കിൽ 2 പീസ് എടുത്താൽ മതി. ഒരു തുണി മടക്കിയിട്ടിട്ട് അളന്നാൽ മതി. ഇതിപ്പോൾ ഞാൻ മടക്കാതെ ഒറ്റ പീസിലാണ് ചെയ്യണം. അങ്ങനെ 4 പീസ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതാ നോക്കി. അപ്പോൾ ഇതേപോലെ തന്നെയാണ് കേട്ടോ പെൻസിൽ ബോട്ടം തയ്ക്കുന്നത്. 4 പീസ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ അതിന് പിന്നെ ഇലാസ്റ്റിക് ബാക്കിലും കൊടുക്കും, ഫ്രണ്ടിൽ പട്ടിയാണ് കൊടുക്കണതെന്ന് മാത്രം. ഇതിന് ഞാൻ ഫുള്ളും ഇലാസ്റ്റിക്കാണ് കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഇതാ ഇലാസ്റ്റിക് ഇടാനുള്ള പോർഷൻ മുകളിൽ 1.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ അരവണ്ണം കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് 10 ഇഞ്ചല്ലേ കിട്ടിയത്, അതായത് 9.5 കിട്ടി. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 10 ഇഞ്ച് കിട്ടി. കണ്ടോ? ആ 10 ഇഞ്ച് നമുക്ക് ഇതാ അരഭാഗത്ത് മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതേ 10 തന്നെ നമുക്ക് താഴത്തേക്ക്. അപ്പോൾ ടേപ്പിൻ്റെ തുമ്പ് എവിടെ വെച്ചേക്കണേ നിങ്ങൾ കണ്ടല്ലോ. ഇതാ വരയിലാണ് കേട്ടോ വെച്ചേക്കണത്. കണ്ടോ? ഇതാ ഇവിടെ നിന്ന് ഇലാസ്റ്റിക് ഇടാനുള്ള പോർഷൻ അപ്പുറം മാറി കിടക്കേണ്ട അതിൻ്റെ ഇപ്പുറത്ത് കേട്ടോ. അപ്പോൾ ഇതാ 10 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഞാൻ മാർക്ക് ചെയ്യുന്നതൊക്കെ കറക്റ്റായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ 10 ഇഞ്ച് ഇതാ ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ക്രോച്ച് ലെങ്ത്താണിത്. അപ്പോൾ ക്രോച്ച് ലൂസ് നമുക്കൊരു 3 ഇഞ്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊരു 3 ഇഞ്ച് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. കണ്ടോ? പല മോഡൽ തയ്ക്കണം, പല ബോട്ടം തയ്ക്കുമ്പോൾ പല മോഡലാണ് കേട്ടോ വരുന്നത്. ചിലതിന് നല്ല ലൂസ് കൊടുക്കും ക്രോച്ചിന്, ചിലതിന് കറക്റ്റ് ഫിറ്റായിരിക്കും. അപ്പോൾ നിങ്ങൾ പെൻസിൽ ബോട്ടമൊക്കെ തയ്ക്കുമ്പോൾ കറക്റ്റ് ഫിറ്റായിട്ട് കൊടുക്കണം. 3 ഇഞ്ചൊന്നും ഒരുപാട് ലൂസൊന്നും കൊടുക്കരുത് കേട്ടോ. പിന്നെ പെൻസിൽ ബോട്ടം തയ്ക്കുമ്പോൾ തൈസിൻ്റെയും നീയുടെയൊക്കെ വണ്ണം എടുത്തിട്ട് അതൊക്കെ അനുസരിച്ച് മാർക്ക് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ നേരെ ഒരു ബോട്ടം തയ്ക്കണം. ഇനിയിപ്പോൾ ലെങ്ത്ത് നമ്മളിതാ ഇതുപോലെ മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ ചാർട്ട് പേപ്പറിന് ലെങ്ത്ത് കുറവാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതാ ഇത്രേ ഉള്ളൂ. നിങ്ങൾ എടുക്കുമ്പോൾ ഇതിനേക്കാളും ഒരു 1.5 ഇഞ്ചും കൂടെ കൂടുതൽ എടുക്കണം കേട്ടോ. ഞാൻ എന്നിട്ട് തുണി എടുക്കുമ്പോൾ അതുപോലെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ തുണി വെട്ടിയപ്പോഴും ഞാൻ മറന്നുപോയിട്ട് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തത്. അപ്പം ഞാൻ വേറെ ഐഡിയ ചെയ്തു കേട്ടോ. അത് കാണിച്ചു തരാം. കണ്ടോ? അപ്പോൾ അങ്ങനെ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെങ്ത്തിൻ്റെ താഴെ ഒരു 1.5 ഇഞ്ച് വേണം കേട്ടോ താഴത്തേക്ക് മടക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ ഇട്ടിട്ടില്ല. പിന്നെ കാൽവണ്ണം എത്രയാണോ നമുക്ക് വേണ്ടത് അതനുസരിച്ച് അതിൻ്റെ പകുതി. ഇപ്പോൾ 14 ഇഞ്ചാണ് അല്ലെങ്കിൽ 16 ഇഞ്ചാണ് വേണ്ടെങ്കിൽ, ഇതിപ്പോൾ 7 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തത്. അപ്പോൾ 7 എന്ന് പറയുമ്പോൾ ചുറ്റളവിൽ 14 ഇഞ്ച് വരും. എന്നിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിതാ ആ ക്രോച്ചിൽ നമ്മൾ മാർക്ക് ചെയ്തില്ലേ 3 ഇഞ്ച് അപ്പുറത്തേക്ക് മാർക്ക് ചെയ്തത്, അവിടെ നിന്ന് ഇതാ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ? കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ഈ ക്രോച്ച് ഭാഗമില്ലേ അവിടെ ഒരു 1.5 ഇഞ്ച് ഒരു പോയിൻ്റ് ഇട്ടിട്ട് ക്രോച്ച് വളച്ചു കൊടുക്കുക കേട്ടോ. ആ കേവ് കൊടുക്കണം. ഇതുപോലെ വളവ് ഇല്ലെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് പൊട്ടിക്കീറാൻ സാധ്യതയുണ്ട്. ഇങ്ങനൊരു വളവുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വെക്കേഷൻ ടൈമിൽ കുറേ ഡ്രസ്സ് വേണമല്ലോ വീട്ടിൽ നിൽക്കുമ്പോൾ ഇടാൻ. അപ്പോൾ ഇതുപോലുള്ള നൈറ്റിയോ പഴയ നൈറ്റിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ തയ്ച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ? ക്രോച്ച് വെട്ടിയെടുത്തു, താഴേക്കും വെട്ടിയെടുത്തു. അപ്പോൾ നിങ്ങൾ തുണിയിൽ വെട്ടുമ്പോൾ കറക്റ്റായിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്ത് വെട്ടണേ. എനിക്ക് പറ്റിയ പോലെ അബദ്ധം പറ്റരുത് കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ ബോട്ടത്തിൻ്റെ ഒരു പീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ അളവിൽ നമുക്ക് തുണിയിൽ നിന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ അതാ തുണി ഇത് ചുരിദാറിൻ്റെ സൈഡിൽ നിന്ന് വെട്ടിയെടുത്ത പീസുകളാണ് കേട്ടോ.
അപ്പോൾ ഈ പാകിസ്ഥാനി ചുരിദാർ എന്നും പറഞ്ഞ് വരുമ്പോൾ അതിന് സ്ലീവ് വേറെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡിൽ നിന്ന് വെട്ടിയെടുക്കുന്ന പീസ് നമുക്ക് ആവശ്യമില്ല. അതിന് സ്ലീവ് എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പീസ് നമുക്ക് ബാലൻസ് കിട്ടി. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, 4 പീസ് കിട്ടിയപ്പോൾ നമ്മുടെ ഈ പാൻറ്റിൻ്റെ എംബ്ലോ ഉണ്ടല്ലോ, അത് കറക്റ്റാക്കി ഇതുമ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ട എത്ര പെട്ടെന്ന് കഴിഞ്ഞു നമ്മുടെ ബോട്ടം. ഇതിപ്പോൾ വലിയ ആൾക്കാർക്കും ഈ ഒരു മെത്തേഡിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഇപ്പുറത്തെ സൈഡ് ഒപ്പം വരാൻ വേണ്ടിയിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് നീക്കിയിട്ട് കറക്റ്റാക്കി വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡും ഒപ്പം വരുന്ന രീതിയിൽ നമുക്ക് അറ്റം വരെയും കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാർട്ട് പേപ്പർ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം പേപ്പർ മാറ്റിയിട്ട് വെട്ടിയെടുത്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെ വെട്ടിയെടുത്തു എന്ന് മാത്രം. കണ്ട ആ ചാർട്ടിൻ്റെ ഒപ്പത്തിന് വെട്ടിപ്പോയി. അവിടെ പീസ് കൂടുതൽ കൊടുക്കണമായിരുന്നു. തുണി ഉണ്ടായതുമാണ്, എന്നിട്ട് ഞാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മറന്നുപോയി എന്ത് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇന്നലെ ഞാൻ വേറൊരു കുർത്തി വെട്ടി അബദ്ധം പറ്റിയപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്നില്ലേ, അതേപോലെ ഇതിനെന്താ ചെയ്യേണ്ടതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ക്രോച്ച് ഞാൻ വെട്ടിയെടുത്തു. നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ. 5-ാം തീയതി ചുരിദാർ മാത്രം പഠിപ്പിക്കുന്ന ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഒരു ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നെക്സ്റ്റ് ബാച്ചാണ് കേട്ടോ ഇത്. ചുരിദാർ മാത്രം പഠിപ്പിക്കുന്ന ക്ലാസ്. അപ്പോൾ ഫീസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ നമ്പറിലേക്ക് എന്നെ ഒന്ന് കോൾ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നോക്കി, നമ്മുടെ ബോട്ടത്തിൻ്റെ സൈഡ് ഭാഗം നമ്മൾ അടിക്കുകയാണ് കേട്ടോ. ഓപ്പൺ സൈഡാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സൈഡ് ആദ്യം അടിക്കുകയാണ്. ഈ രണ്ട് പീസ് വെച്ച് ചേർത്തെടുക്കാം. ആദ്യം 2 പീസ് ചേർക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ 2 പീസ് ചേർക്കാം കേട്ടോ. അപ്പോൾ ചേർക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, നല്ല വശം ചേർത്ത് വെച്ച് അടിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതേ മോഡലിൽ ഇതേ അളവ് എടുക്കാണ്ട് ആ ഒരു നമ്മുടെ ചാർട്ട് പേപ്പറിൻ്റെ കഷ്ണം വെച്ചിട്ട് വേറെ ബോട്ടം ഫ്രില്ലൊക്കെ ഇട്ട് തയ്ക്കുന്ന മോഡൽ ഞാൻ കാണിച്ചു തരാം. വെട്ടിയതിപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. അപ്പോൾ അടുത്ത് തന്നെ വേറെ മോഡൽ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഇന്ന് കാണും, നാളെ ആകുമ്പോഴത്തേക്കും അടിയിൽ ഫ്രില്ല് വരണത്, എലാസ്റ്റിക് വരണ മോഡൽ ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വെട്ടണതെല്ലാം ഈ ഒരു രീതിയിൽ. പിന്നെ എലാസ്റ്റിക്കൊക്കെ ഇടുമ്പോൾ താഴ്ഭാഗം ബെൽ സൈഡ് കുറച്ചുകൂടെ കൂട്ടിയെടുക്കുമെന്ന് മാത്രം. മോൾ ഭാഗം ക്രോച്ചൊക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ 2 പീസ് ഞാൻ അടിച്ച് നീറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മടക്കാൻ നോക്കിയപ്പോഴാണ് ഞാൻ ഓർത്തത്, പടച്ചോനെ കൂടുതൽ ഇട്ടില്ലല്ലോ എന്നുള്ള കാര്യം. കണ്ടോ, അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ടുണ്ടെങ്കിൽ ഇറക്കം കുറഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നേരിയതായിട്ട് മടക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ബോട്ടം അല്ലേ, ബോട്ടത്തിൻ്റെ അടിയിൽ ഇത്തിരി വീതിയിലൊക്കെ മടക്കിയാലാണ് ഭംഗി ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഒരു പീസ് വെച്ച് കൊടുക്കണം. അപ്പോൾ പീസ് കൊടുക്കാനായിട്ട് ഞാൻ ചുരിദാറിൻ്റെ അടിഭാഗത്ത് നിന്ന് വെട്ടിക്കളഞ്ഞ ഒരു ബ്ലാക്ക് പീസ്, ഇതിൻ്റെ തന്നെ കഷ്ണം വെട്ടിയതിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയ ഒരു ബ്ലാക്ക് പീസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ നല്ല വശത്ത് വെച്ച് കൊടുക്കും. ചീത്ത വശത്ത് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ല വശത്തേക്ക് മറിക്കാൻ വേണ്ടിയിട്ടേ ചീത്ത വശത്ത് വെച്ച് കൊടുത്തിട്ട് സൈഡ് അടിക്കുകയാണ്. അത് ഞാനൊരു 2.5 ഇഞ്ച് വീതിയിലാണ് കേട്ടോ എടുത്തേക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ക്ലാസ്സിൽ ചേരാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം കേട്ടോ. ചുരിദാർ, കുർത്തീസ്, ബോട്ടങ്ങൾ പലവിധം എല്ലാം ഞാൻ പഠിപ്പിച്ച് തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5-ാം തീയതിയാണ് അതിൻ്റെ ക്ലാസ്. ഈ നമ്പറിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഇന്നത്തെ പല മോഡൽ ലൈൻ കുർത്തി, കോളർ വെച്ചിട്ടുള്ളത്, റൗണ്ട് കോളർ കുർത്തി, അങ്ങനെയുള്ള എല്ലാം ഉണ്ട് കേട്ടോ. അത് അടിഭാഗം മടക്കി അടിക്കണം നോക്കിക്കോട്ടോ. ലേയേർഡ് കുർത്തി, പാനൽ കട്ട് കുർത്തി എല്ലാം പഠിപ്പിച്ച് തരും കേട്ടോ. കണ്ട, അപ്പോൾ അങ്ങനെ ഒരു ബോർഡറും കൂടെ വന്നപ്പോൾ അതിനൊരു ഭംഗിയായില്ലേ. എന്നിട്ട് ആ സൈഡിലും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇത് കൂടുതലൊന്ന് വശമൊക്കെ വെട്ടിക്കളയും. ഇതേപോലെ തന്നെ മറ്റേ കാലം നമുക്ക് അടിച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതാ 2 കാലം അടിച്ചതിന് ശേഷം ഇനി നമുക്ക് കാലിൻ്റെ അടിവശത്തെ അളവൊന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കുക. എത്ര ഇഞ്ച് വേണം നോക്കിയിട്ട് അതനുസരിച്ച് അവിടെ നിന്ന് ക്രോച്ചിലേക്ക് ചരിച്ചടിച്ചു കൊടുക്കാം. നമുക്ക് വീട്ടിലിടാനൊക്കെ ചുരിദാർ തയ്ക്കുമ്പോഴേ ഈ ഒരു ബോട്ടം തയ്ക്കണമെങ്കിൽ ഇടാനും എളുപ്പമാണ്. എലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് ബാത്റൂമിൽ പോകാൻ എളുപ്പമാണ്. എലാസ്റ്റിക് ഇട്ട് തയ്ച്ചു നോക്കൂട്ടോ. നമുക്ക് മറ്റേതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ വള്ളി വെച്ച് കെട്ടലൊക്കെ. എലാസ്റ്റിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ബാത്റൂമിലൊക്കെ പോകാൻ എളുപ്പമാണ്. അപ്പോൾ ഈ വള്ളിയുടെ കാര്യം ഓർത്തിട്ടാണ് കൂടുതൽ ആൾക്കാരും എന്താ പറയുക
ചുരിദാർ വീട്ടിലിടാൻ മടിക്കുന്നത്, നൈറ്റി ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ വെച്ചിട്ട്. പക്ഷേ ചുരിദാർ ഇട്ട് നിൽക്കുമ്പോൾ നല്ല നമുക്കൊരു സ്റ്റാൻഡേർഡാണല്ലോ. അപ്പോൾ അതൊന്നിക്ക് നമുക്ക് ക്രോച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെയൊക്കെ തയ്ച്ചിട്ട് എലാസ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് വീട്ടിലും ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് നടക്കാം. വീട്ടിൽ നിന്ന് തന്നെയല്ല കേട്ടോ, പുറത്തിടുന്നതിനും ഞാൻ എലാസ്റ്റിക്കാണ് ഇടാറ്. പിന്നെ നമുക്ക് വലിയ ആൾക്കാർക്കൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വീതിയുള്ള എലാസ്റ്റിക് ഇടും. ഇതിപ്പോൾ കൊച്ചിന് ചെയ്തുകൊണ്ട് ഞാൻ അരയിഞ്ച് വീതിയുടെ എലാസ്റ്റിക്കുള്ള ഇട്ടിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഒരുപാട് അരഭാഗം ടൈറ്റ് ആവരുത്. ടൈറ്റൊന്നും ആവില്ല, അതനുസരിച്ച് എടുത്താൽ മതി. എന്നാലും ഫുൾ ടൈം ഇട്ടുകൊണ്ട് കിടക്കുമ്പോഴേ വീട്ടിലൊക്കെ വരലിലോടത്തും പോകുമ്പോൾ കുറച്ച് നേരമല്ലേ നമ്മൾ ഇടുകയുള്ളൂ. പിന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകുമ്പോഴും എലാസ്റ്റിക് ആകുമ്പോൾ എന്താ ഗുണം എന്നറിയോ, നമുക്ക് വള്ളി അകത്തേക്ക് കയറി പോകണം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത്. ചിലപ്പോൾ വള്ളി അകത്തേക്ക് പോയിട്ട് പടച്ചോനെ നക്ഷത്രമാണ് പോയി എന്ത് ചെയ്യുന്നതായിപ്പോവും. ചിലപ്പോൾ കടുങ്കെട്ട് വീണിട്ട് അതും അഴിച്ചെടുക്കാൻ അതും പാടായിരിക്കും. അപ്പോൾ ഇതാ ക്രോച്ച് കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മോൾ ഭാഗം എന്താ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചിട്ട് ചെറുതായിട്ട് ഒരു അരയിഞ്ച്, നമ്മൾ 1.5 ഇഞ്ച് എടുത്തിട്ടുണ്ടല്ലോ, ആ അരയിഞ്ച് നമുക്ക് ഇതാ ഇങ്ങനെ മടക്കി ചുറ്റിലും അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എലാസ്റ്റിക്കും കൂടെ ഇട്ടാൽ മതി കേട്ടോ. ഇതുപോലെ കുഞ്ഞു ടോപ്പുകളൊക്കെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടീഷർട്ട് ആണെങ്കിലും മതി. കുട്ടികൾക്ക് ടീഷർട്ട് ഇട്ടിട്ട് ഇതുപോലത്തെ പാൻറ്റൊക്കെ തയ്ച്ചിട്ട് കൊടുത്താൽ വീട്ടിലിടാനൊക്കെ നല്ല ഡ്രസ്സായിരിക്കും. ശരിക്കും ബനിയൻ ക്ലോത്ത് ഇടുന്നതിനേക്കാളും ഭംഗിയായിരിക്കും ഇങ്ങനെയുള്ളതൊക്കെ ഇട്ടാൽ. ഇനി നമുക്ക് എലാസ്റ്റിക് എടുക്കാം. എലാസ്റ്റിക് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മുടെ അരവണ്ണം എത്രയാന്ന് നോക്കുക. ഇപ്പോൾ ഈ അളവിൽ അരവണ്ണം 28 ഇഞ്ചല്ലേ. 28 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഈ ചെറിയ എലാസ്റ്റിക്കാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. 28 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 25 ഇഞ്ച് അതായത് 3 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 25 ഇഞ്ചിൽ എലാസ്റ്റിക് കട്ട് ചെയ്യാം. ദാ ഇവിടെ നടന്ന് 3 ഇഞ്ച് 25 ഇഞ്ചിൽ ദാ ഇങ്ങനെ വെട്ടിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് അടിക്കണം. വെച്ചിട്ട് അടിക്കുമ്പോൾ ഇങ്ങനെ വെച്ചടിക്കരുത്. ഈ എലാസ്റ്റിക്കിനെ നമുക്ക് റൗണ്ടിലൊന്ന് കൂട്ടിയെടുക്കണം. അപ്പോൾ റൗണ്ടിൽ കൂട്ടിയെടുക്കുമ്പോൾ പിരിഞ്ഞ് പോകാതെ നോക്കുക കേട്ടോ. പിരിഞ്ഞ് പോകാതെ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഒന്ന് കൂട്ടിയെടുക്കുക. നല്ലോണം കെട്ടിട്ടടിക്കണല്ലേ. പിന്നെ തയ്ച്ച് കഴിഞ്ഞ് ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോഴേ അത് അവിടെ വിട്ടു പോകരുതല്ലോ. നമ്മുടെ ബോട്ടം താഴേക്ക് വീണ് താഴ്ന്ന് എടുക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് മുകളിലേക്ക് ആ എലാസ്റ്റിക് ഒന്ന് വെച്ച് മടക്കി അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ എലാസ്റ്റിക്കിൽ അടി കൊള്ളരുത്, സൂക്ഷിച്ച് ഇങ്ങനെ വെച്ച് അടിക്കുക. കറക്റ്റായിട്ട് അടിച്ചു പോവാം കേട്ടോ. ചുറ്റിലും അടിക്കാം. പിന്നെ പല പല ബോട്ടം ഉണ്ട് കേട്ടോ, പല മോഡൽ ബോട്ടം ഉണ്ട്. അതുപോലെ തന്നെ സ്കേർട്ട് പോലത്തെ ബോട്ടം ഉണ്ട്. ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഇടാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു ബോട്ടങ്ങൾ പല മോഡൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാലിൻ്റെ തുമ്പത്ത് കെട്ടൊക്കെ വരണതൊക്കെ നല്ല ഭംഗിയാണ് കുട്ടികൾ ഇട്ടാൽ. അത് മോഡലൊക്കെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇതുപോലത്തെ നിങ്ങളൊന്ന് തയ്ച്ച് പഠിക്കുക. അപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യം മറക്കണ്ട. ചുരിദാർ മാത്രം പഠിക്കണം എന്നുള്ളവർക്ക് ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. 5-ാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത്. ആദ്യത്തെ ബാച്ച് പഠിച്ച് തീരാറായിട്ടുണ്ട്. 1 മാസത്തെ കോഴ്സാണ് കേട്ടോ. അപ്പോൾ 1 മാസം കൊണ്ട് ചുരിദാർ മുഴുവൻ പഠിപ്പിച്ച് തരും. ഓക്കെ. പല മോഡൽ ബോട്ടം, അതായത് പെൻസിൽ ബോട്ടം, പലാസോ ബോട്ടം, പട്ടിയാല ബോട്ടം, സ്കേർട്ട് പലാസോ, അങ്ങനെയുള്ള ബോട്ടങ്ങളെല്ലാം ഉണ്ട്. ചുരി ബോട്ടം ഒരു 6 മോഡൽ ബോട്ടം ഉണ്ട്. പിന്നെ ചുരിദാർ തന്നെ സിബ് വെച്ചത്, സിബ് വെക്കാത്തത്, ലൈനിങ് ഇട്ടത്, ലൈനിങ് ഇടാത്തത്, അത് പിന്നെ അതുകൂടാതെ കുർത്തീസ്, അങ്ങനെ കുറേ കുർത്തീസും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ലേഡ് കുർത്തി, പാനൽ കട്ട് കുർത്തി, ഷർട്ട് കോളർ കുർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുർത്തീസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്ലാസ്സുകൾ എന്താ പറയുക, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എലാസ്റ്റിക് വെക്കണേ നോക്കിയിരുന്നു പോയതാണ്. അപ്പോൾ നമ്മുടെ ബോട്ടോ റെഡി ആയിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇനി നിർത്തിയിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, പട്ടക്സിൻ്റെ ഇവിടെയൊക്കെ നല്ല അത്യാവശ്യം ലൂസ് കിട്ടും. എന്നാൽ നല്ല ഭംഗിയുള്ള ബോട്ടം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്ച്ച് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.